ചക്രവർത്തിക്ക് കിടേണ്ട പേര് അങ്ങനത്തെയാണ് കേട്ടോ, അശോകൻ, ശോകമില്ലാത്തവനാണ്. വേറൊരു ബുദ്ധരാജാവിൻ്റെ പേര് ഹർഷവർദ്ധനൻ എന്നാണ്, ആനന്ദം വർദ്ധിപ്പിക്കുന്നവൻ എന്നാണ്. അല്ലാതെ ഈ മറ്റേ വർമ്മ ഈ വർമ്മ എന്നൊന്നുമല്ല, ഹർഷവർദ്ധനൻ. എന്തൊരു നല്ല പേരാണ്. അവർ രണ്ടുപേരും ബൗദ്ധരായിരുന്നു. അശോകന്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഗാന്ധാരം. ഗാന്ധാരത്തിൻ്റെ ഇന്നത്തെ പേര് ഖണ്ഡഹാർ എന്നാണ്. അഫ്ഗാനിസ്ഥാനിലെ അശോക സാമ്രാജ്യത്തിലെ ഭാഗമായിരുന്നു. ഇന്നത്തെ ഇന്ത്യയെക്കാളും വലുതായിരുന്നു അശോകന്റെ സാമ്രാജ്യം. അതിൽ ഗാന്ധാരമുണ്ട്, ഖണ്ഡഹാറുണ്ട്. എന്നാൽ അശോകൻ തൻ്റെ രാജ്യത്തിന് പുറത്തുള്ള വിദേശികളുടെ പേര് പറയുന്ന പട്ടികയിൽ സിംഹളരോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട്, കേരളപുത്ര. അതുകൊണ്ട് നോക്കൂ, 2400 കൊല്ലം പുറകോട്ട് പിടിച്ചാൽ ഗാന്ധാരം ഇന്ത്യയുടെ ഭാഗമാകും, നമ്മുടെ പാരമ്പര്യത്തിൽ വരും, നമ്മൾ പുറത്താവും. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിർത്തി. 75 കൊല്ലം മുമ്പ് ലാഹോർ ഇന്ത്യയായിരുന്നു. 75 കൊല്ലം മുമ്പ് പെഷവാർ ഇന്ത്യയായിരുന്നു. ധാക്ക ഇന്ത്യയായിരുന്നു. മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ മഹാകവിയായിരുന്നു. ഇൻഡസ് വാലി ഇന്ത്യയിലായിരുന്നു. 75 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു അതിർത്തി വന്നു. അതിർത്തിക്ക് അപ്പുറമായിപ്പോയി. പക്ഷെ ദേശീയകാലത്തിൽ ഇപ്പോഴും ഉണ്ട് പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. സിന്ധ് പാകിസ്ഥാനില്ല. അതുകൊണ്ട് ദേശീയഗാനം ആലപിക്കുമ്പോൾ ഈ ദേശം മാത്രമല്ല എന്നുകൂടി ഓർക്കണം. അതിൻ്റെ പേരാണ് ദേശാഭിമാനം. നമ്മൾ മാത്രമല്ല, ഒരു മതവും അത് മാത്രമല്ല, ഒരു പാരമ്പര്യവും അത് മാത്രമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നോക്കും. ഇപ്പൊ കേരളീയരുടെ ദേശീയ ഭക്ഷണം എന്താണെന്ന് ഇപ്പൊ ചോദിച്ചാലും പറയാവുന്ന സത്യസന്ധമായ ഉത്തരം സദ്യ എന്നൊന്നുമല്ലല്ലോ, പൊറോട്ട എന്നാണ്. തെക്കും വടക്കുള്ള മലയാളി എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊറോട്ട എടുത്തു കഴിഞ്ഞാൽ മലയാളി ഇക്കാലം വരെ കഴിച്ച എല്ലാ ഭക്ഷണത്തെക്കാളും കൂടുതൽ പൊറോട്ട ഇപ്പൊ കഴിക്കുന്നുണ്ടാവും. അമ്മാതിരി പൊറോട്ട കഴിക്കില്ല. നല്ലതാണ്, വന്നതല്ലേ. ചപ്പാത്തി കേരളത്തിൽ എങ്ങനെയാ വന്നതെന്ന് അറിയോ? വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് അകാലികളാണ് ഉണ്ടെന്നത്. അകാലികൾ ഇവിടെ വന്ന് കുറെ കാലം സത്യാഗ്രഹികൾ